നമുക്ക് ഓണക്കാഴ്ചകളിലേക്ക് പോകണം. കോഴിക്കോട് നിന്ന് ഒരു പൂപ്പാടം വിളവെടുക്കുന്നതിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ ഒരു വിളവെടുപ്പല്ല, പൂക്കൾക്ക് നടുവിൽ എല്ലാത്തിനും നേതൃത്വം നൽകാൻ മാവേലിയുണ്ട്. ആഘോഷത്തിന് മാറ്റുകൂട്ടൻ തിരുവാതിര കളിയുമുണ്ട്. ശരത് SS ചേരുകയാണ്. ശരത്ത്, ഇങ്ങനെയൊക്കെ പൂ അറുക്കാൻ പോകുന്നത് ചിലപ്പോ അത്ഭുതമായിരിക്കും. തിരുവാതിരക്കളിയും മാവേലിയും ഒക്കെ ആയിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ് ഓണം, അല്ലേ? വിനീത, തീർച്ചയായും നമ്മൾ നാടുകളിലൊക്കെ തന്നെ ഇത്തവണ ഓണാഘോഷം നടക്കുന്ന പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് തിരുവോണത്തിന്റെ തലേ ദിവസം ഓണാഘോഷം നടക്കുകയാണ്. കോഴിക്കോട് കോട്ടൂടിയിലെ പ്രത്യേകത ഓണാഘോഷം ഒരു പൂപ്പാടത്തിന് നടുവിലാണ് എന്നുള്ളതാണ്. അതായത് കോട്ടൂടിയിലെ വാർഡാണ് ഇവിടെ ഇത്തരത്തിലൊരു പൂക്കൃഷി തീർത്തത്. ആ രീതിയിൽ പൂക്കൃഷിക്ക് നടുവിലിരുന്ന് ഈ നാട്ടുകാർ ഓണം ആഘോഷിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മാവേലിയുണ്ട്, തൊട്ടുപുറകെ തിരുവാതിര കളിക്കാരുണ്ട്. അങ്ങനെ മാവേലി തിരുവാതിര കളിക്കാരും നാട്ടുകാരും കൊച്ചു കുട്ടികളും എല്ലാമായി ചെണ്ടയും മേളങ്ങളും ഒക്കെയായി ആഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തവണത്തെ ഇവിടുത്തെ ഓണം നമുക്കിപ്പോൾ മാവേലി കൂടി ചേരുന്നുണ്ട്. ഇത്തവണത്തെ ഓണം അടിപൊളിയാണോ? അടിപൊളിയല്ലേ, അടിച്ചു പൊളിച്ച് ഞങ്ങൾ വരിക. മീശയൊക്കെ കുറച്ച് കറുപ്പ് കൂടിയിട്ടുണ്ടല്ലോ. വേർപ്പിന്റെ പ്രശ്നമാണ്, വേറെ ഒന്നല്ല. മാവേലിന്റെ പരിപാടിയാണ് രാവിലെ തൊട്ട് പരിപാടി. വിനീത്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുവാതിര കളിയും ഈ പൂക്കൃഷിയും ഒക്കെ ഒരുക്കുന്നതിൽ പ്രധാനപ്പെട്ട ആള് കോഴിക്കോട് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറാണ്. ഡെപ്യൂട്ടി മേയർ ഇവിടെ തിരുവാതിര കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് കാണാനില്ല, മേയറൊക്കെ തന്നെ ഇവിടെ നിന്ന് ഈ വികാരത്തിനൊപ്പം ഈ ഓണം ആഘോഷിക്കാനുള്ള ഫുൾ തയ്യാറെടുപ്പ്. മേയറെ, തിരുവാതിര കളിച്ചുകൊണ്ട് പറഞ്ഞോ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഓണം അടിപൊളി. ഞങ്ങൾ കാണുന്നില്ലേ, ഞങ്ങളുടെ കുറച്ച് ആളുകൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ചെടി ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കൂടുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൃഷിക്ക് നടുവിൽ ഒരു തിരുവാതിര കളി, അത് ആരെ പ്ലാനാണ്? അത് ഇവിടെ എല്ലാവരും വളരെ ഐഡിയ ഉള്ളവരാണ്. കോട്ടുള്ളി എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളിലും മുന്നിൽ തന്നെയാണ്. അപ്പൊ ഇത് സ്ത്രീകളെല്ലാവരും വളരെ, ഇത് പ്ലാൻഡ് ഒന്നും അല്ല, ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയതാണ്. എന്തായാലും ഈ തിരുവാതിര ഒന്ന് കാണാൻ എനിക്ക് തോന്നുന്നു ഇനി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ ആഘോഷം, ഇവരുടെ കളി കാണുന്നു. ശരി, അപ്പോൾ ശരത്ത്, അവിടെ ആഘോഷം കളറാണ്. നോക്കൂ, പൂപ്പാടത്തിന് നടുവിലൊക്കെ പെണ്ണുങ്ങൾ തിരുവാതിര കളിക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് സത്യത്തിൽ. ഇത് കൺസെപ്റ്റുകളുടെ കാലമാണ്. അതെ അതെ. അപ്പം അടുക്കളയിൽ മാത്രമല്ല, ആഘോഷങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ആഘോഷം പൊടി പൊടിക്കണം.